നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡയറക്റ്റ് മെത്തേഡിൽ നമ്മളുടെ 2022 വന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യനാണ്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യണതെന്ന്. ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് റിസീവ് ചെയ്തതും അതേപോലെ തന്നെ സപ്ലയേഴ്സിന് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുക്കുന്നതും അതുപോലെ റെൻറ്റ് അങ്ങനെ കൊടുക്കുന്നത്, പിന്നെ വേജസ് പെയ്ഡ് ടു എംപ്ലോയീസ്, ഇതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ വരുന്നത്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ഫിനാൻസിങ് ആക്ടിവിറ്റിയും രണ്ട് മെത്തേഡിലും സെയിം ആണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഈ ക്വസ്റ്റ്യനിൽ ആദ്യം വന്നേക്കുന്നത്, നമ്മൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ക്യാഷ് ബുക്ക് ആയിരിക്കാൻ തന്നേക്കണേ. അപ്പോൾ ആ ക്യാഷ് ബുക്കിൽ ആദ്യത്തെ സൈഡ് റെസിപ്റ്റ് സൈഡാണ്, രണ്ടാമത്തെ സൈഡ് പേയ്മെൻറ്റ് സൈഡാണ്. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിലുള്ള ഐറ്റംസ് എഴുതുമ്പോൾ മൈനസ് ബ്രാക്കറ്റിൽ എഴുതണം, കാരണം അത് മൈനസ് ചെയ്യാനുള്ളതാണ്. മറ്റേത് റെസിപ്റ്റ്സ് സൈഡിലുള്ളതാകുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടിയതാണ്. അപ്പോൾ അത് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ ആദ്യം ഈ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ഐറ്റം പറഞ്ഞേക്കുന്നത് റെസിപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ്. അപ്പോൾ ആദ്യത്തെ ഐറ്റം റെസിപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ്. അപ്പോൾ റെസിപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ് റെസിപ്റ്റാണ്, അത് ക്യാഷ് ഫ്ലോ നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് വന്നേക്കുന്നതാണ്. അപ്പോൾ റെസിപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ് ആദ്യത്തെ ഐറ്റം റെസിപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ് ആണ്. ആ റെസിപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ് എത്രയാണ്? ഇവിടെ 5 ലക്ഷമാണ് പറഞ്ഞേക്കണത്. റെസിപ്റ്റ്സ് ഫ്രം കസ്റ്റമേഴ്സ് 5 ലക്ഷം. അപ്പോൾ നമ്മളിവിടെ എന്തെഴുതി? 5 ലക്ഷം എന്ന് എഴുതി. ദെൻ അടുത്തത്, അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ റെസിപ്റ്റ് കസ്റ്റമേഴ്സിൻ്റെ നിന്ന് കിട്ടിയതും അതേപോലെ തന്നെ സപ്ലയേഴ്സിന് കൊടുക്കുന്നതും ഒക്കെയാണ് ഇതിനകത്ത് വരേണ്ടത്. അപ്പോൾ റെസിപ്റ്റ്സ് ഫ്രം കസ്റ്റമേഴ്സ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ സൈഡിൽ വേറെ ഒന്നും റെസിപ്റ്റുമായി ബന്ധപ്പെട്ട് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ വരണതില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോണത്? നമ്മൾ അടുത്തത് എവിടെ നോക്കണം? പേയ്മെൻറ്റ് സൈഡ് നോക്കണം. പേയ്മെൻറ്റ് സൈഡ് നോക്കാം. പേയ്മെൻറ്റ് സൈഡിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇനി പേയ്മെൻറ്റ് സൈഡിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. പേയ്മെൻറ്റ് സൈഡിൽ ആദ്യം കിടക്കുന്ന ഐറ്റം പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ് ആണ്. പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ്. അപ്പോൾ നമുക്ക് ആ ഐറ്റം ഇവിടെ എഴുതാം, പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ്. പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ് ഇവിടെ എഴുതാം നമുക്ക്. പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ് ഇവിടെ എത്രയാണ് പറഞ്ഞേക്കുന്നത്? 4 ലക്ഷം. ഇപ്പോൾ 4 ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം? മൈനസ് ഫിഗറാണ്. കാരണം എന്താ? നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയതാണ്. പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. അപ്പോൾ അതെന്താണ്? മൈനസ് ഫിഗറാണ് നമുക്ക് വരുന്നത്. ഇനി അടുത്ത ഐറ്റം എന്താണെന്ന് നോക്കാം. അടുത്തായിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത് പർച്ചേസ് ഓഫ് മെഷീൻ കൊടുത്തിട്ടുണ്ട്, പർച്ചേസ് ഓഫ് ഫർണിച്ചർ കൊടുത്തിട്ടുണ്ട്. അതൊന്നുമല്ല, കാരണം അതൊക്കെ ഇൻവെസ്റ്റിങ്ങിൽ വന്നതാണ്. പിന്നെ വന്നതാണ് വേജസ് ആൻഡ് സാലറീസ്. അപ്പോൾ വേജസ് ആൻഡ് സാലറീസ് ആണ് ഇനി നമ്മളിവിടെ എഴുതണത്. അപ്പോൾ അത് എത്രയാണ്? 30,000 കയ്യിൽ നിന്ന് ക്യാഷ് പോയി. ദെൻ പിന്നെ വന്നത് എന്താണ്? റെൻറ്റ് റേറ്റ് ആൻഡ് ടാക്സസ്. റെൻറ്റ് റേറ്റ് ആൻഡ് ടാക്സസ്. റെൻറ്റ് റേറ്റ് ആൻഡ് ടാക്സസ് എന്ന് പറഞ്ഞാൽ 20,000. അതും നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയി. അപ്പോൾ അതൊക്കെ എന്തിലിടണം? മൈനസ് ഫിഗറിൽ ഇടണം. അപ്പോൾ ഇത്ര ഐറ്റം ആണ് എന്തിൽ വന്നേക്കുന്നത്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുമായി വന്നേക്കുന്നത്. പിന്നെ ഇൻകം ടാക്സ് ആണ്. അത് ഇപ്പോൾ ഇവിടെ ഇൻകം ടാക്സ് ഇപ്പോൾ ഇവിടെ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി അത് എന്ത് ചെയ്യാം? ഓപ്പറേറ്റിംഗ് കഴിഞ്ഞു. നമുക്ക് നോക്കാം. ഇത് 5 ലക്ഷമുണ്ട് പോസിറ്റീവ് ഫിഗർ. ഇത് 4,30,000. 4,20,000 കൊണ്ട് കൂട്ടുമ്പോൾ എത്രയാണ്? 50,000. 5 ലക്ഷത്തിൽ നിന്ന് 4,20,000 കുറയ്ക്കുമ്പോൾ ബാക്കി പോസിറ്റീവ് ഫിഗർ 50,000. ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ടാക്സ് കുറയ്ക്കണം. ടാക്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട് 25,000. അപ്പോൾ അതും കൂടി കുറച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും? 25,000. ഇതാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഇനി ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ എന്തൊക്കെ വരണം? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ആ ക്യാഷ് ബുക്കിൽ എന്തൊക്കെ കിടക്കുന്നുണ്ടെന്ന്. അപ്പോൾ അത് റെസിപ്റ്റാണ് നോക്കണം. അപ്പോൾ റെസിപ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ എന്താണ് ഇവിടെ ഉള്ളത്? സെയിൽ ഓഫ് ബിൽഡിംഗ്. ഇവിടെ പറഞ്ഞുള്ളത് എന്താണ്? സെയിൽ ഓഫ് ബിൽഡിംഗ്. പക്ഷേ പിന്നെ നമുക്കിവിടെ കിടക്കുന്നത് എന്തൊക്കെയാണ്? ഇഷ്യൂ ഓഫ് ഷെയറും ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയറും ആണ്. അത് നമുക്കിവിടെ എടുക്കണ്ട, കാരണം അത് ഫിനാൻസിങ്ങിൽ വരുന്നതാണ്. ഷെയർ ഇഷ്യൂ ചെയ്തത്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തൊക്കെ ഫിനാൻസിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ ബിൽഡിങ് നമ്മൾ എത്ര എഴുതി? 1,90,000 സെയിൽ ഓഫ് ബിൽഡിങ് എഴുതി. ഇനി അതേപോലെ തന്നെ നമ്മൾ പേയ്മെൻറ്റ് സൈഡ് നോക്കുക, വല്ല പർച്ചേസ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്. ഇവിടെ എന്തുണ്ട്?
പർച്ചേസ് ഓഫ് മെഷീൻ ഉണ്ട്. പർച്ചേസ് ഓഫ് മെഷീൻ ഇവിടെ എത്രയാണ് പറഞ്ഞേക്കുന്നത്? പർച്ചേസ് ഓഫ് മെഷീൻ നമ്മളോട് പറഞ്ഞേക്കുന്നത് 1,50,000. അപ്പോൾ ആ 1,50,000 എന്ത് ചെയ്യണം? ബ്രാക്കറ്റിലിടണം. കാരണം പൈസ പോയി കയ്യിൽ നിന്ന്. അടുത്തത് വീണ്ടും പർച്ചേസ് ഓഫ് ഫർണിച്ചർ വന്നു. പർച്ചേസ് ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞേക്കുന്നത് നമുക്ക് 50,000 ആണ്. അപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി? പൈസ പോയി. അപ്പോൾ ഇവിടെ നോക്കിയാൽ മൈനസ് ഫിഗറാണ് കൂടുതൽ. 1,50,000 50,000 എന്ന് പറയുമ്പോൾ 2 ലക്ഷം വരും. പക്ഷേ റെസിപ്റ്റ് 1.90 ഉള്ളൂ. അപ്പോൾ 2 ലക്ഷത്തിൽ നിന്ന് 1.90 കുറയ്ക്കുമ്പോൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്നുള്ളത് എന്താണ്? മൈനസ് ഫിഗറാണ് നമുക്കിവിടെ വരണത്. അടുത്തത് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ ഞാൻ പറഞ്ഞു ഷെയർ ഇഷ്യൂ ചെയ്യണത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർ. 2 ലക്ഷം. അതുപോലെ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ. പ്രിഫറൻസ് ഷെയർ 1 ലക്ഷവും ഇക്വിറ്റി ഷെയർ 2 ലക്ഷമാണ് കേട്ടോ. പ്രിഫറൻസ് ഷെയർ 1 ലക്ഷം, ഇക്വിറ്റി ഷെയർ 2 ലക്ഷം. അപ്പോൾ നമുക്ക് അത് നമ്മുടെ കയ്യിലേക്ക് പൈസ വന്നു. ഇനി അതേപോലെ റിഡംഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇപ്പുറത്ത് നമ്മൾ നോക്കണം. ഉണ്ട്, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ഉണ്ട്. അപ്പോൾ ഈ റിഡംഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചു കൊടുത്തു. അപ്പോൾ ആ പൈസ നമ്മുടെ നിന്ന് പോയി. അപ്പോൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ഇവിടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 2,75,000. അത് നമ്മുടെ മൈനസ് ഫിഗറാണ്. 2,75,000. അതുപോലെ പേയ്മെൻറ്റ് സൈഡിൽ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അർത്ഥം എന്താ? ഡിവിഡൻഡ് പെയ്ഡ്. പേയ്മെൻറ്റ് സൈഡിൽ പറഞ്ഞാൽ ഡിവിഡൻഡ് പെയ്ഡ്. ഇനി ഈ റെസീപ്റ്റ് സൈഡിലായിരുന്നു ഡിവിഡൻഡ് വന്നിരുന്നെങ്കിൽ അതിവിടെ ഫിനാൻസിങ്ങിൽ വരും. പക്ഷേ ഇവിടെ എന്തിലാണ് വന്നേക്കണേ? പേയ്മെൻറ്റ് സൈഡിലാണ് വന്നേക്കണേ. അപ്പോൾ ഡിവിഡൻഡ് പെയ്ഡ് ഇവിടെ എത്രയാണ് പറഞ്ഞേക്കുന്നത്? 30,000. അതും നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. നോക്കിയേ ഇവിടെ 3 ലക്ഷം ഉണ്ട്. പക്ഷേ ഇവിടെ 2,75,000 പ്ലസ് 30,000 എന്ന് പറയുമ്പോൾ 3,05,000 വരും. പോസിറ്റീവ് ഫിഗർ 3 ലക്ഷവും നെഗറ്റീവ് ഫിഗർ 3,05,000. അപ്പോൾ ഫലത്തിൽ എന്താണ്? നെഗറ്റീവ് ഫിഗർ 5,000. ഇനി നമ്മളിത് മൊത്തത്തിൽ നോക്കുക. 25,000 ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ഉണ്ടായിരുന്നു. അത് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. ഇത് രണ്ടും നെഗറ്റീവാണ്. അപ്പോൾ 10,000 പ്ലസ് 5,000 15,000 നെഗറ്റീവാണ്. അപ്പോൾ 25,000 നിന്ന് 15,000 കുറച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ എത്ര വരും? കുറച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ നമുക്ക് 10,000 വരും. ഈ 10,000-ൻ്റെ ഒപ്പം നമ്മുടെ ഓപ്പണിംഗ് ക്യാഷ് കൂട്ടണം. ഓപ്പണിംഗ് ക്യാഷ് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ എവിടെ കിടക്കും? ഓപ്പണിംഗ് ക്യാഷ് നമ്മുടെ റെസീപ്റ്റ് സൈഡിൽ ബാലൻസ് B/D എന്ന് പറഞ്ഞ് കിടക്കുന്നതാണ് ഓപ്പണിംഗ് ക്യാഷ്. അത് 10,000 നമ്മൾ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? ഇതിൻ്റെ ആ പേയ്മെൻറ്റ് സൈഡിൽ ബാലൻസ് E/D എന്ന് പറഞ്ഞ് കിടക്കണം 20,000 കിട്ടണം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആൻസർ കറക്റ്റാണെന്നാണ്.